പാരീസ് ഒളിമ്പിക്സിന് ഇത്തവണ ഇന്ത്യക്കായി ഇറങ്ങുന്നത് 117 അത്ലറ്റുകൾ. 7 മലയാളി താരങ്ങളും സംഘത്തിലുണ്ട്. 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് 117 അത്ലറ്റുകൾ. 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ 124 എന്ന റെക്കോർഡ് നമ്പറിനേക്കാൾ 7 പേരുടെ കുറവ്. എങ്കിലും കഴിഞ്ഞ തവണത്തെ 7 മെഡലുകളെന്ന സർവകാല റെക്കോർഡ് തിരുത്തിക്കുറിക്കാൻ പോന്നവർ ഇന്ത്യൻ സംഘത്തിലുണ്ട്. അത്ലറ്റിക്സിലാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഘം. 29 പേർ. ഷൂട്ടിങ്ങിൽ 21, ഹോക്കിയിൽ 19, ടേബിൾ ടെന്നീസിൽ 8, ബാഡ്മിൻ്റണിൽ 7, ഗുസ്തി, അമ്പെയ്ത്ത്, ബോക്സിംഗ് എന്നിവയിൽ 6 വീതം, ഗോൾഫിൽ 4, ടെന്നീസിൽ 3, നീന്തലിലും സെയിലിങ്ങിലും 2 വീതം, അശ്വാഭ്യാസം, ഭാരദ്വഹനം, ജൂഡോ, റോവിംഗ് എന്നിവയിൽ 1 വീതം താരങ്ങളാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. 43കാരനായ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണയാണ് ടീമിലെ സീനിയർ. 14കാരി നീന്തൽ താരം ദിനിതി ദേശിംഗി ജൂനിയറും. 7 മലയാളി താരങ്ങളാണ് ഒളിമ്പിക് സംഘത്തിലുള്ളത്. ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ്, ബാഡ്മിൻ്റൺ താരം HS പ്രണോയ്, ട്രിപ്പിൾ ജമ്പ് താരം അബ്ദുള്ള അബൂബക്കർ, റിലേ ടീമിലെ മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ് യഹിയ എന്നിവർക്കൊപ്പം ഡൽഹി മലയാളിയായ അമോദ് ജേക്കബും കർണാടക മലയാളിയായ മിജോ ചാക്കോ കുര്യനുമുണ്ട്. കഴിഞ്ഞ തവണത്തെ 7 മെഡൽ ജേതാക്കളിൽ 5 പേരും ഇത്തവണയുമുണ്ട്. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണം നേടിത്തന്ന ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര, റിയോ ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ ജേതാവും ടോക്കിയോയിലെ വെങ്കല മെഡൽ ജേതാവുമായ ബാഡ്മിൻ്റൺ താരം PV സിന്ധു, ഭാരദ്വഹനത്തിലെ വെള്ളി മെഡൽ ജേതാവ് മീരാബായ് ചനു, ബോക്സിംഗിൽ വെങ്കലം നേടിയ ലവ്ലീന ബോർഗോഹെയ്ൻ, വെങ്കലം നേടിയ പുരുഷ ഹോക്കി ടീം എന്നിവർ ഇത്തവണയും മെഡൽ പ്രതീക്ഷ നൽകുന്നു. ഒപ്പം ബാഡ്മിൻ്റൺ ഡബിൾസിലെ 1-ാം നമ്പർ സ്വാതിക് ചിരാഗ് സഖ്യവും മനു ഭാക്കറുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടിംഗ് ടീമും അജന്ത ശരത് കമാലും മണിക ബത്രയും ഉൾപ്പെടുന്ന ടേബിൾ ടെന്നീസ് സംഘവുമെല്ലാം പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നാൽ മെഡൽ നേട്ടം 10 കടക്കുമെന്നാണ് ഇന്ത്യൻ കണക്കുകൂട്ടൽ. ഒളിമ്പിക്സ് ചരിത്രത്തിലാകെ 10 സ്വർണവും 9 വെള്ളിയും 16 വെങ്കലവും ഉൾപ്പെടെ 35 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്.